നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിതാലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കിളിമാനൂരിലെ വീട്ടിൽ SITയുടെ പരിശോധന. തട്ടിയെടുത്ത സ്വർണം എവിടെയെന്ന് കണ്ടെത്താനാണ് രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കുന്നത്. ഹൈദരാബാദിൽ സ്വർണ്ണപ്പാളികൾ എത്തിച്ചതിനെക്കുറിച്ച് ചോദ്യം ചെയ്യലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൃത്യമായ മറുപടി നൽകിയിരുന്നു. വിശ്വാസവഞ്ചന നടത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്നും 2 കിലോ സ്വർണം കവർച്ച നടത്തിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. എന്നാൽ തട്ടിയെടുത്ത സ്വർണം എന്ത് ചെയ്തുവെന്ന് വ്യക്തമാക്കിയിരുന്നില്ല. ഇക്കാര്യത്തിലാണ് നിലവിൽ SIT അന്വേഷണം. ഇന്നലെ വൈകുന്നേരം മുതൽ SIT നടത്തിയ ചോദ്യം ചെയ്യലിൽ ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടിയില്ല. പൂജിക്കാൻ കൊണ്ടുപോയി എന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി SIT സംഘം പൂർണ്ണമായും തള്ളുന്നു. ഇതിന് പിന്നാലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ SIT പരിശോധന നടത്തിയത്. സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട രേഖകൾ, ആസ്തി വിവരങ്ങൾ, യാത്രാരേഖകൾ എന്നിവയാണ് പരിശോധിച്ചത്. സ്വർണ്ണപ്പാളികൾ ഹൈദരാബാദിൽ സ്വീകരിച്ച നാഗേഷിനെ കണ്ടെത്തി ഉടൻ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ഭഗവാന്റെ ഒരു തന്നെ പൊന്നെങ്കിലും ഇവിടുന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോഷ്ടിച്ചു കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് വരിക തന്നെ ചെയ്യും. അതിന് പറ്റുന്ന തരത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അത് തിരിച്ചെടുക്കണമെന്ന് മാത്രമല്ല, തിരിച്ചു പിടിക്കണമെന്ന് മാത്രമല്ല, കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കുകയും വേണം. മുരാരി ബാബു ഉൾപ്പെടെ പ്രതിപട്ടികയിലുള്ള ഉദ്യോഗസ്ഥരെയും ഉടൻ ചോദ്യം ചെയ്യും. ഇതിനായി SIT ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും വിവരമുണ്ട്. 24 തിരുവനന്തപുരം. അന്വേഷണത്തിലൂടെ എല്ലാം തെളിയുമെന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT കസ്റ്റഡിയിൽ തുടരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി. വൈദ്യപരിശോധനയ്ക്ക് എത്തിയപ്പോഴായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം. ഒന്നും പറയാനില്ല. അന്വേഷണത്തോടെ എല്ലാം പുറത്തു വരും. കൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരം കിളിമാനൂരിലെ വീട്ടിൽ SITയുടെ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. തട്ടിയെടുത്ത സ്വർണം എവിടെയെന്ന് കണ്ടെത്താനാണ് രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കുന്നത്. റിനു ശ്രീധറാണ് കിളിമാനൂർ പുളിമാത്തിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീടിന് മുന്നിൽ നിന്നും തത്സമയം വിവരങ്ങളുമായി ചേരുന്നത്. റിനു, ഇപ്പോൾ പരിശോധന തുടങ്ങി മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും SIT സംഘം ഈ വീട്ടിൽ തന്നെ തുടരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? പ്രഭുത, ശബരിമലയിൽ നിന്ന് സ്വർണം തട്ടിയെടുത്തു എന്നുള്ളത് കൃത്യമായി തന്നെ അന്വേഷണത്തിൽ വ്യക്തമായി. പക്ഷേ ഈ തട്ടിയെടുത്ത സ്വർണം എവിടെ എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്, പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. നിലവിൽ ഏകദേശം 10 മണിക്കൂറിലധികമാകുന്നു ഈ തിരുവനന്തപുരം പുളിമാത്തുള്ള കിളിമാനൂരിലെ പുളിമാത്തുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന ആരംഭിച്ചിട്ട് ഇപ്പോഴും പരിശോധന തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. പ്രധാനമായും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ യാത്രാ വിവരങ്ങളും മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ, ഇതടക്കമുള്ള കാര്യങ്ങളാണ് ഈ വീട്ടിൽ പരിശോധിക്കുന്നത് എന്നുള്ളതാണ്. ഏകദേശം 10 മണിക്കൂറിലധികം പൂർത്തിയാകുന്നു. ഏകദേശം വൈകുന്നേരം 7 മണിയോട് കൂടിയാണ് തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി എത്തിച്ചു. ഈ വൈദ്യപരിശോധനയ്ക്ക് എത്തിക്കുമ്പോഴായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം റാന്നി കോടതിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പ്രതികരിച്ച അതേ പ്രതികരണം. സത്യം തെളിയും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം റാന്നി കോടതിയിൽ നിന്ന് വരുമ്പോൾ അദ്ദേഹം പറഞ്ഞത് തന്നെ കുടുക്കി എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു പ്രതികരണം ആയിരുന്നു എങ്കിൽ ഇന്ന് അന്വേഷണത്തിലൂടെ കൃത്യമായി എല്ലാം തന്നെ തെളിയും എന്നുള്ളൊരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വരും ദിവസങ്ങളിൽ ഉദ്യോഗസ്ഥർ ഏകദേശം 8-ലധികം ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഉയർന്നു വരുന്ന ആരോപണം. അതുതന്നെയാണ് വിജിലൻസിന്റെ അന്വേഷണത്തിലും റിപ്പോർട്ടിലും ഒക്കെ തന്നെ പരാമർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുരാരി ബാബു അടക്കമുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ കൂടി വിളിച്ചു വരുത്തി പരിശോധിക്കുവാൻ അല്ലെങ്കിൽ അന്വേഷിക്കുവാൻ, മൊഴിയെടുക്കുവാൻ വേണ്ടി സംഘം തീരുമാനിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അത്തരത്തിലുള്ള മൊഴി രേഖപ്പെടുത്തലും ഉണ്ടാകും. എന്തായാലും നിലവിൽ സ്വർണ്ണ പാളി വിവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇപ്പോഴും ഏകദേശം 10 മണിക്കൂർ കഴിയുന്നു. ഈ തിരുവനന്തപുരം പുളിമാത്തുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പരിശോധന ആരംഭിച്ചിട്ട് ഇപ്പോഴും പരിശോധന തുടരുകയാണ്. പ്രവിത. റിനു ശ്രീധറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. 12 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. തിരുവനന്തപുരത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തുലാവർഷക്കെടുതിയിൽ വലഞ്ഞ് സംസ്ഥാനത്തെ മലയോര മേഖലകൾ. വടക്കൻ കേരളത്തിൽ പരക്കെ മഴ തുടരുന്നു. കോഴിക്കോട് നരിക്കുനിയിൽ ഇടിമിന്നലേറ്റ് യുവതി മരിച്ചു. പറപ്പാറ സ്വദേശി സുനീറയാണ് മരിച്ചത്. പാലക്കാട് കുട്ടനാട് ഇടിമിന്നലേറ്റ് യുവതിക്ക് പരുക്കേറ്റു. മലപ്പുറം വഴിക്കടവിൽ കലക്കൻപുഴ നിറഞ്ഞൊഴുകി കൃഷിയിടങ്ങളിൽ വെള്ളം കയറി. പൂവത്തിപ്പൊയിലിൽ കോഴിഫാമിൽ വെള്ളം കയറി കോഴികൾ ചത്തു. താമരശ്ശേരിയിൽ ഇടിമിന്നലേറ്റ് വീട്ടുപകരണങ്ങൾ കത്തിനശിച്ചു.
ഇടുക്കി ജില്ലയിൽ ഇന്നലെ രാത്രി പെയ്ത തീവ്ര മഴയിൽ വ്യാപക നാശനഷ്ടം. പലയിടങ്ങളിലും മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും ഉണ്ടായി. നിരവധി വാഹനങ്ങളും വളർത്തുമൃഗങ്ങളും ഒലിച്ചുപോയി. ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ 13 സ്പിൽവേ ഷട്ടറുകൾ തുറന്നു. കുമിളി 1-ാം മൈലിൽ അതിശക്തമായ മഴ തുടരുകയാണ്. ഇന്നലെ രാത്രി 10 മണിക്ക് തുടങ്ങിയ മഴ പുലർച്ചെ 4 മണി വരെ നിർത്താതെ പെയ്തു. കുമളിയിൽ തോട് കരകവിഞ്ഞ് വീടുകളിൽ വെള്ളം കയറി. കുടുങ്ങിക്കിടന്നവരെ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് രക്ഷപ്പെടുത്തി. ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു, ടി വിയും കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഞാൻ ഓർത്ത് മഴ മാറുമ്പോഴത്തേന് കയറി വരാനോ പറഞ്ഞപ്പോഴത്തേന് അരമണിക്കൂർ കൊണ്ട് നമ്മുടെ പെരക്കകത്ത് വെള്ളം കയറി. സെക്കൻഡ് കൊണ്ട് വെള്ളം കയറി പോന്നു ഞങ്ങൾക്ക് യാതൊരു മാർഗ്ഗമില്ലാതെ പോയി. അവസാനം വീട് തന്നെ കഥ കടഞ്ഞു പോയി. പിന്നെ വീടിനകത്ത് പാമ്പ് കയറി. ഇന്നലെ വെള്ളം കയറി പാമ്പും വന്നു. രക്ഷിക്കാൻ വന്ന ആളുകളെ ഫയർഫോഴ്സ് വന്നു. ഇങ്ങനെ കോള് വന്നപ്പോഴേത്തിന് ഇറങ്ങി നോക്കിയ സമയം കൊണ്ട് വെള്ളം കയറി ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യം എടുത്തെല്ലാം പൊക്കി വെച്ചു, എങ്കിലും പുറകെ പാമ്പ് കയറി. 42 കുടുംബങ്ങളെ ഹോളിഡേ ഹോമിലേക്ക് മാറ്റി പാർപ്പിച്ചു. ഇടുക്കി കൂട്ടാറിൽ നിർത്തിയിട്ടിരുന്ന ട്രാവലർ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയി. മുണ്ടിയെരുമ തൂക്കുപാലം ഭാഗങ്ങളിലും വീടുകളിൽ വെള്ളം കയറി. വെള്ളം കയറുന്നത് കണ്ട് ടെറസിന് മുകളിൽ കുടുങ്ങിയ ആളുകളെ നാട്ടുകാരാണ് രക്ഷപ്പെടുത്തിയത്. നെടുങ്കണ്ടം തൂക്കുപാലത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറും കാറും ഒലിച്ചുപോയി. കട്ടപ്പന കുന്തളംപാറയിൽ ഉരുൾപൊട്ടലിന് സമാനമായ മണ്ണിടിച്ചിലുണ്ടായി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നതോടെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നു. കല്ലാർ ഡാമും തുറന്നിട്ടുണ്ട്. 24 ഇടുക്കി. KPCC ഭാരവാഹി പുനഃസംഘടനയിൽ അതൃപ്തരെ അനുനയിപ്പിക്കാൻ കോൺഗ്രസിൽ പുതിയ ഫോർമുല. അതൃപ്തിയുള്ളവർ നിർദ്ദേശിക്കുന്ന മുഴുവൻ പേരെയും KPCC സെക്രട്ടറിമാർ ആക്കിയേക്കും. കെ മുരളീധരനെയും കെ സുധാകരനെയും ഇക്കാര്യം ബോധ്യപ്പെടുത്തും. ചാണ്ടി ഉമ്മന് ഉയർന്ന പദവി നൽകാനും ആലോചനയുണ്ട്. തനിക്ക് പറയാനുള്ളത് പാർട്ടിക്കുള്ളിൽ പറയുമെന്ന് ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചു. പുനഃസംഘടനയിൽ ഒരു അതൃപ്തിയുമില്ല. അങ്ങനെയല്ലല്ലോ. ഞാൻ എൻ്റെ പാർട്ടിയിൽ പറയാനുള്ളത് ഞാൻ പാർട്ടിയിൽ പറയും. ഞാൻ പുറത്ത് പറയേണ്ട കാര്യമില്ല. പാർട്ടിയിൽ പറയാനുള്ളത് ഞാൻ പാർട്ടി എന്നോട് ചോദിച്ച സമയം ഞാൻ പറയും. UDFന്റെ ശബരിമല വിശ്വാസ സംരക്ഷണ മഹാസംഗമത്തിന് പന്തളത്ത് സമാപനം. കേരളം ഭരിക്കുന്നത് കൊള്ളക്കാരുടെ സർക്കാരെന്ന്, ഇത് ഇടത് സർക്കാരിന്റെ അവസാന നാളുകളെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. നേതൃത്വത്തെ മണിക്കൂറുകളോളം കാത്തിരുത്തി കെ മുരളീധരനും പരിപാടിയുടെ ഭാഗമായി. UDFന്റെ മുതിർന്ന നേതാക്കളും ജാഥ ക്യാപ്റ്റന്മാരും അണിനിരുന്ന പദയാത്രയോടെയായിരുന്നു പരിപാടിയുടെ തുടക്കം. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ നേതാക്കൾ ആഞ്ഞടിച്ചു. കേരളം ഭരിക്കുന്നത് കൊള്ള ചെയ്യുന്നവന്റെ ഭഗവാന്റെ സ്വർണം കൊള്ള ചെയ്തവന്റെ കമ്മീഷൻ അടിക്കുന്ന ആളുകളുള്ള നേതൃത്വമാണ് കേരളത്തിലെ ഗവൺമെന്റിനുള്ളത്. പരിപാടിയിലെ രാഷ്ട്രീയ ആകാംക്ഷ കെ മുരളീധരന്റെ വരവായിരുന്നു. KPCC പുനഃസംഘടനയിലെ അതൃപ്തി പരസ്യമാക്കിയ കെ മുരളീധരൻ പരിപാടിയിൽ പങ്കെടുക്കില്ലെന്ന അഭ്യൂഹം പടർന്നു. വരുമെന്ന് നേതാക്കൾ. കാത്തിരുന്ന് പരിപാടി 5 മണിക്കൂർ പിന്നിട്ടു. കസേരകൾ കാലിയായി തുടങ്ങി. 2-ാം മണിക്കൂറിൽ രമേശ് ചെന്നിത്തലയും 4-ാം മണിക്കൂറിൽ VD സതീശനും വേദി വിട്ടു. ഒടുവിൽ 9:30 മുരളീധരന്റെ എൻട്രി. ഒരു കാര്യം വ്യക്തമാണ്, ഇത് അന്വേഷണം പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ, മന്ത്രി വാസവൻ രാജിവെക്കണം. നിലവിലുള്ള ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം. പുനഃസംഘടന അതിന്റെ വഴിക്ക് നടക്കട്ടെ എന്നും അതും ഇതും കൂടി കൂട്ടിക്കെട്ടണ്ടെന്നും മാധ്യമങ്ങളോട്. പുനഃസംഘടനയും കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും. ഇതുപോലത്തെ ഒരു സംഗമത്തിൽ നിന്ന് അതിൻ്റെ പേരിൽ മനഃപൂർവ്വം മാറിയിരുന്നു എന്ന് പറയുമ്പോൾ അത് പ്രവർത്തകർക്ക് ഉണ്ടാകുന്ന പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ന് ഇത്രയും യാത്ര ചെയ്ത് ഇവിടെ വന്നത്. മുരളീധരന്റെ പ്രസംഗത്തോടെ പരിപാടി ഹരിവരാസനം പാടി അവസാനിപ്പിച്ചു. 24 ആലപ്പുഴ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ രാഷ്ട്രീയ പ്രതിരോധം തീർത്ത LDF അന്വേഷണം പ്രഖ്യാപിച്ച ശേഷവും സമരം തുടരുന്ന UDF ലക്ഷ്യം രാഷ്ട്രീയ അട്ടിമറിയെന്ന മന്ത്രി VN വാസവൻ. LDF ഭരണത്തിന് കീഴിൽ വിശ്വാസികൾ സുരക്ഷിതരെന്നും മന്ത്രി പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധം കനപ്പിക്കുന്ന പ്രതിപക്ഷത്തിന് അതേ നാണയത്തിൽ മറുപടി പറയാനാണ് LDFന്റെ തീരുമാനം. പത്തനംതിട്ടയിൽ LDF സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ ദേവസ്വം മന്ത്രി VN വാസവൻ കോൺഗ്രസിനെ കടന്നാക്രമിച്ചു. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ കേസിന്റെ അന്വേഷണം എല്ലാം പൂർത്തീകരിക്കുന്നിടം വരെ എല്ലാവരും ഈ നിലയിൽ കാണണം.
LDF ഭരണത്തിന് കീഴിൽ വിശ്വാസികൾ സുരക്ഷിതരെന്നും അന്വേഷണം തീരും വരെ എല്ലാവരും ഇവിടെ കാണണമെന്നും മന്ത്രി. മതനിരപേക്ഷ ഗവൺമെന്റിന്റെ കീഴിൽ, ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഗവൺമെന്റിന്റെ കീഴിൽ വിശ്വാസികൾ സുരക്ഷിതരാണ്. ആർക്കും ഒരു ഭയവും ഉണ്ടാവേണ്ട കാര്യമില്ല. ദേവസ്വം ബോർഡ് ഓഫീസുകളിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചുകളിലെ അക്രമ സംഭവങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു LDF പരിപാടി. വരും ദിവസങ്ങളിലും പ്രാദേശികമായി കൂടുതൽ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിക്കാനാണ് CPIM-ന്റെ തീരുമാനം. 24 പത്തനംതിട്ട. വയനാട് DCC ട്രഷററായിരുന്ന NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട നിയമനക്കോഴ ആരോപണത്തിൽ MLA IC ബാലകൃഷ്ണനെ പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തു. കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘങ്ങളിലേക്ക് നിയമനത്തിനായി കോഴ വാങ്ങി കബളിപ്പിച്ചു എന്ന പരാതിയിലാണ് കേസ്. IC ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെക്കണമെന്ന് CPIM ആവശ്യപ്പെട്ടു. രാജിവെക്കില്ല എന്നും നിയമവഴിയിൽ മുന്നോട്ടു പോകുമെന്നും IC ബാലകൃഷ്ണൻ പ്രതികരിച്ചു. ബത്തേരി കേന്ദ്രീകരിച്ചുള്ള ബാങ്കുകളിൽ നിയമനം നടത്താമെന്ന് പറഞ്ഞ് കോഴ വാങ്ങിയെന്നാണ് ആരോപണം. NM വിജയന്റെ ആത്മഹത്യയ്ക്ക് ശേഷം പുറത്തായ കുറിപ്പുകളിൽ IC ബാലകൃഷ്ണന്റെ പേര് പരാമർശിക്കുന്നുണ്ട്. വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രാഥമിക അന്വേഷണം നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. വിജിലൻസ് ഡയറക്ടറുടെ അനുമതി ലഭിച്ചതിനെ തുടർന്നാണ് MLA പ്രതി ചേർത്തത്. MLA സ്ഥാനം രാജിവെക്കാൻ IC ബാലകൃഷ്ണൻ തയ്യാറാകണമെന്നാണ് CPIM ആവശ്യപ്പെടുന്നത്. FIR ഇട്ട് കേസെടുത്ത് ഒന്നാം പ്രതി ആയി ചേർക്കപ്പെട്ട സാഹചര്യത്തിൽ IC ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെക്കണം എന്നതാണ് CPIM ആവശ്യപ്പെടുന്നത്. ഇനി MLA സ്ഥാനത്ത് തുടരാൻ അദ്ദേഹത്തിന് യാതൊരു അർഹതവുമില്ല. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് തന്നെ കേസിൽ പ്രതി ചേർത്തതെന്ന് IC ബാലകൃഷ്ണൻ. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഇതിന്റെ മുൻപ് ഞാൻ പറഞ്ഞു, രാജിവെക്കേണ്ടതായ രീതിയിലുള്ള ശിക്ഷാ നടപടി വന്നു കഴിഞ്ഞാൽ എൻ്റെ പാർട്ടി എന്നോട് പറയും രാജിവെക്കാൻ. പാർട്ടിക്ക് വിധേയനാണ് ഞാൻ. ഇത് രാഷ്ട്രീയം കളിക്കുകയാണ് CPM. IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ട് DYFI പ്രതിഷേധവുമായി രംഗത്തെത്തി. ബത്തേരിയിലെ MLA ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. 24 വയനാട്. വയനാട് പടിഞ്ഞാറത്തറ കാപ്പിക്കളത്ത് 4 പേർക്ക് ഇടിമിന്നലേറ്റു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് ഇടിമിന്നലേറ്റത്. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് ചേരുകയാണ് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഇടിമിന്നലേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? പ്രവിത, ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. പടിഞ്ഞാറത്തറ കാപ്പിക്കളം എന്ന് പറയുന്ന പ്രദേശമുണ്ട്. അവിടെയാണ് 4 പേർക്ക് പരിക്കേൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇടിമിന്നൽ മാറിയത്. തൊഴിലുറപ്പ് തൊഴിലാളികളായിരുന്നു ഇവർ ജോലി ചെയ്തിരുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. 4 മണിയോടെ എല്ലാവരെയും ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്കാണ് മാറ്റിയത്. ആരുടെയും പരിക്ക് അത്ര ഗുരുതരമല്ല. ഒരാളുടെ കാലിന് പൊള്ളലേറ്റിട്ടുണ്ട്. ഗിരിജ, സുരേഷ്, ഒപ്പം രാധ, ലത, നിഷ എന്നിവർക്കാണ് പരിക്കേറ്റത്. പക്ഷെ അത്ര ഗുരുതരമായ പരിക്കല്ല എന്നുള്ളതാണ്. നിരീക്ഷണത്തിന് ശേഷം ഇവരെ വീടുകളിലേക്ക് വിടാൻ അനുവദിക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിൽ വീണ്ടും പൊട്ടിത്തെറി. സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് JMM മുന്നണി വിട്ടു. 6 മണ്ഡലങ്ങളിൽ ഒറ്റയ്ക്ക് മത്സരിക്കും. അതിനിടെ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയത് NDAക്ക് തിരിച്ചടിയായി. മഡൌര മണ്ഡലത്തിലെ LJP സ്ഥാനാർത്ഥി സീമ സിംഗിന്റെ പത്രികയാണ് സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയത്. 2ാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി കോൺഗ്രസ്. 5 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. പാലക്കാട് പോത്തുണ്ടി സജിത കൊലക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തവും 5 വർഷം തടവും. പ്രതി 3.25 ലക്ഷം രൂപ പിഴയൊടുക്കണമെന്നും പാലക്കാട് അഡീഷണൽ ജില്ലാ കോടതി വിധിച്ചു. പരോൾ നൽകേണ്ട സാഹചര്യമുണ്ടായാൽ സാക്ഷികളുടെ സുരക്ഷ പോലീസ് ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കോടതി നടപടികൾക്ക് ശേഷം പ്രതിയെ മലമ്പുഴ ജില്ലാ ജയിലിലേക്ക് മാറ്റി. 44 സാക്ഷികളെ വിസ്തരിച്ച കേസിൽ പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കൊലപാതകം, അതിക്രമിച്ചു കടക്കൽ എന്നിവയ്ക്കാണ് ജീവപര്യന്തം. തെളിവ് നശിപ്പിച്ചതിന് 5 വർഷം തടവും വിധിച്ചു. ഇതിനു പുറമെ 3,25,000 രൂപ പിഴയും ഒടുക്കണം. ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷവും 9 മാസവും കൂടി കഠിന തടവ് അനുഭവിക്കണം. കേസിനെ അപൂർവങ്ങളിൽ അപൂർവമായി കാണാനാവില്ലെന്നും പ്രതിയുടെ മാനസിക നില ഭദ്രമെന്നും കോടതി നിരീക്ഷിച്ചു. കോടതി ഡബിൾ ലൈഫ് കൊടുത്തിട്ടുണ്ട്. 2 വകുപ്പിലായിട്ട് 449-ലും ലൈഫ് കൊടുത്തു, 302-ലും ലൈഫ് കൊടുത്തു, 201-ൽ 5 ഇയേഴ്സും കൊടുത്തിട്ടുണ്ട്. അത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ് ഈ കേസ് സംബന്ധിച്ചോളം. പിഴത്തുക സജിതയുടെ ബന്ധുക്കൾക്ക് നൽകണം. ഇല്ലെങ്കിൽ ലീഗൽ സർവീസ് അതോറിറ്റി കുടുംബത്തിന് പണം നൽകാൻ നടപടി സ്വീകരിക്കണം. വിധിയിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് പ്രതിഭാഗത്തിന്റെ തീരുമാനം. കോടതി വിധിക്ക് പിന്നാലെ ചെന്താമരയെ മലമ്പുഴ ജില്ലാ ജയിലിലേക്ക് മാറ്റി. 2019 ഓഗസ്റ്റ് 31-നാണ് സജിതയെ അയൽവാസിയായ ചെന്താമര വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയത്.
ചെന്താമരയുടെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം സജിതയാണെന്ന് ആരോപിച്ചായിരുന്നു കൊലപാതകം. ജാമ്യത്തിലിറങ്ങിയ പ്രതി പിന്നീട് 2025 ജനുവരി 27 സജിതയുടെ ഭർത്താവ് സുധാകരനെയും സുധാകരന്റെ അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയിരുന്നു. ഈ കേസിൽ പ്രതിയെ 21 കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കും. 24 പാലക്കാട്. ഡൽഹിയിൽ എംപിമാരുടെ ഫ്ളാറ്റിൽ തീപിടുത്തം. പാർലമെന്റിന് സമീപമുള്ള ബ്രഹ്മപുത്ര അപ്പാർട്ട്മെന്റിലാണ് തീ പടർന്നത്. അഗ്നിരക്ഷാസേന എത്തി തീയണച്ചു. ആളപായം ഇല്ല എന്നും തീപിടുത്തത്തിന്റെ കാരണത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായും അഗ്നിരക്ഷാസേന അറിയിച്ചു. ബിശ്വംബർ ദാസ് മാർഗിലുള്ള രാജ്യസഭാ എംപിമാരുടെ റെസിഡൻഷ്യൽ കോംപ്ലക്സായ ബ്രഹ്മപുത്ര അപ്പാർട്ട്മെന്റ്സിലാണ് തീപിടുത്തം. എംപിമാരായ ജെബി മേത്തർ, ജോസ് കെ മാണി, ഹാരിസ് ബീരാൻ, PP സുനീർ എന്നിവർ താമസിക്കുന്നത് ഇവിടെയാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ കൂട്ടിയിട്ടിരുന്ന പഴയ ഫർണിച്ചറിനാണ് ആദ്യം തീപിടിച്ചത്. പിന്നീട് ആദ്യ 3 നിലകളിലേക്ക് പടർന്നു. എംപിമാരുടെ സ്റ്റാഫ് ക്വാർട്ടേഴ്സാണ് ആദ്യ 3 നിലകളിൽ പ്രവർത്തിക്കുന്നത്. ജെബി മേത്തർ എംപിയുടെ ജീവനക്കാർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ നാശനഷ്ടമുണ്ടായി. 40 മിനിറ്റോളം വൈകിയാണ് അഗ്നിരക്ഷാസേന എത്തിയതെന്നും ആക്ഷേപമുണ്ട്. ഞാൻ 1 മണിയോടെ നമ്മൾ അറിയുന്നത്. കാരണം ജെബി മേത്തർ എംപിയുടെ സ്റ്റാഫ് നമ്മൾ അവിടെ ഫസ്റ്റ് ഫ്ലോറിൽ റൂം കൊടുത്തിരുന്നു. അപ്പോൾ അവർ വിളിച്ചു, രാവിലെ തന്നെ വൈഫിനെ വിളിച്ചു. അപ്പോൾ ഞാൻ വെനിസാറിൻ്റെ ഫ്ലാറ്റ് കോമതിലുണ്ടായിരുന്നു. അവിടെ നോക്കുമ്പോൾ തന്നെ തീ കാണാം. ശരിക്കും നല്ല തീ കത്തിയിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങളെല്ലാം ഓടി വന്നു. അവരൊക്കെ നല്ല ഇതായിരുന്നു, വെപ്രാളത്തിലായിരുന്നു. കരഞ്ഞ് അവരെ വിളിച്ചാൽ താഴേക്ക് വന്നു. കുട്ടികളെ അടക്കമുള്ള മുകളിലത്തെ നിലയിലും കുട്ടികളൊക്കെ ഒരുപാടുണ്ട്. നമുക്ക് അതൊരു ആശങ്ക. പക്ഷേ അങ്ങനത്തെ ഒരു ആളപായം കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല. ആർക്കും വേറെ ഗുരുതര പരിക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതൊരു ആശ്വാസം. 6 ഫയർ എഞ്ചിനുകളെത്തി തീ അണച്ചു. എല്ലാവരെയും ഒഴിപ്പിച്ചതായും ആളപായമില്ലെന്നും अग्निरक्षा അറിയിച്ചു. 1:22 में हमें कॉल मिली थी कि ब्रह्मपुत्र अपार्टमेंट में एक बिल्डिंग के अंदर आ गए. हमारी लगभग 14 गाड़ियां मौके पे पहुंच के और पाया कि भाई स्टील फ्लोर पे आग थी और थोड़ा बहुत जो है ऊपर तक ट्रेवल कर गई थी. तो स्टील फ्लोर के ऊपर हाउस होल्ड मटेरियल था जिसको आग को पूरी तरह से कंट्रोल कर लिया गया है और सर्चिंग ऑपरेशन आपके सामने अभी चल रहा है. ദീപാവലിയോടനുബന്ധിച്ച് കുട്ടികൾ പടക്കം പൊട്ടിച്ചതിനെ തുടർന്നാണ് തീ പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം. 24 ഡൽഹി. മലപ്പുറത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധിക ചക്കിയമ്മയുടെ വീട്ടിൽ വീണ്ടും വെളിച്ചമെത്തി. പ്രായാധിക്യവും രോഗവും മൂലം ബില്ലടയ്ക്കാൻ സാധിക്കാതെ വന്നതോടെയാണ് ചക്കിയമ്മയുടെ വൈദ്യുതി കണക്ഷൻ KSEB വിച്ഛേദിച്ചത്. 3 മാസമായി ഇരുട്ടിൽ കഴിയുന്ന ചക്കിയമ്മയുടെ അവസ്ഥ പുറം ലോകത്തെ അറിയിച്ച 24 ആണ് ബില്ലടച്ചത്. ഇതിന്റെ കാല് വയ്യ, എനിക്ക് നടക്കാനേ ചുട്ട് കത്താണ് എൻ്റെ കാല്. മരുന്ന് ആ പൈസ കൊണ്ട് തന്നെ വാങ്ങണം. ഞാൻ കറിക്കും ഞാൻ എല്ലാം വേണം. പഞ്ചാര, ചായപ്പൊടി, ചോപ്പ്, വെളിച്ചെണ്ണ ഒക്കെ വേണ്ട സാറേ. ഇതിൽ കാട്ടി മരിച്ചു പോകുകയാണ് നല്ലത്. ഇന്നലെ ചക്കിയമ്മയുടെ ദുരവസ്ഥ സംപ്രേഷണം ചെയ്തപ്പോൾ തന്നെ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ നിർദ്ദേശം നൽകി. ഈ പണം എത്രയാണെന്ന് പറയൂ, നമ്മൾ അടയ്ക്കാം. പക്ഷേ അതേസമയം അവരുടേതല്ലാത്ത കാരണം കൊണ്ട് അവർ ഈ സ്കീമിൻ്റെ പുറത്തായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് അവരെ സ്കീമിൻ്റെ അകത്താക്കേണ്ട ജോലി KSEB ഏറ്റെടുക്കണമെന്ന് നമ്മൾ പറയുന്നുവെന്നും അവരോട് പറയുക. KSEB അധികാരികൾ പെട്ടെന്ന് ഈ കാര്യത്തിൽ ഇടപെടും. ഒരു അമ്മ ഇരുട്ടിൽ തപ്പുകയാണ് എന്ന് നിങ്ങൾ അറിയുക. ഇന്നലെ തന്നെ പണമടച്ച് ചക്കിയമ്മയുടെ വീടുൾപ്പെടുന്ന ചാലിയാർ പഞ്ചായത്തിലെ അകമ്പാടം KSEB ഓഫീസിൽ വിവരമറിയിച്ചു. രാവിലെ ഉദ്യോഗസ്ഥരെത്തി കണക്ഷൻ പുനഃസ്ഥാപിച്ചു. ഇത് കുറേ കാലമായിട്ട് DC ആയിട്ട് കിടക്കുകയായിരുന്നു. അതായത് പൈസ അടയ്ക്കാതെ കിടക്കുകയായിരുന്നു. 24ൻ്റെ ആൾക്കാർ വന്ന് അതിൻ്റെ പൈസ അടച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മൾ കണക്ഷൻ പുനഃസ്ഥാപിക്കുകയും പഴയ ഇതിലേക്ക് തന്നെ താരിഫിലേക്ക് തന്നെ മാറ്റിക്കൊടുക്കാൻ കഴിയും. 40 യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യമായി ലഭിക്കുന്ന കണക്ഷനായിരുന്നു ചക്കിയമ്മയ്ക്കുണ്ടായിരുന്നത്. ഉപഭോഗം അതിനു മുകളിലെത്തിയപ്പോഴാണ് ബിൽ വന്നത്. എന്നാൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വരുമാനമില്ലാത്ത രോഗിയായ ചക്കിയമ്മയ്ക്ക് പണമടയ്ക്കാൻ സാധിച്ചിരുന്നില്ല. 2 ബൾബ് മാത്രം ഉപയോഗിക്കുന്ന ചക്കിയമ്മയ്ക്ക് അധിക ചാർജ് വന്നതെങ്ങനെയെന്ന് KSEB അന്വേഷിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. 24 മലപ്പുറം. കണ്ണൂർ കൂത്തുപറമ്പിൽ പട്ടാപ്പകൽ വീട്ടിൽ കയറി വയോധികയുടെ സ്വർണ്ണമാല മോഷ്ടിച്ച കേസിൽ കൌൺസിലർ അറസ്റ്റിൽ. CPIM അംഗമായ PP രാജേഷാണ് പിടിയിലായത്. അറസ്റ്റിലായതിനെ തുടർന്ന് കൂത്തുപറമ്പ് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം രാജേഷ് PPയെ CPIM പുറത്താക്കി. കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:30 മോഷണം. വീട്ടുജോലികളുടെ തിരക്കിലായിരുന്നു കണിയാർ കുന്നുമ്മൽ ജാനകി. ഇവരുടെ 1.25 പവന്റെ മാലയാണ് കവർന്നത്. ഹെൽമറ്റ് ധരിച്ചെത്തിയ മോഷ്ടാവ് മീൻ മുറിക്കുകയായിരുന്ന ജാനകിയുടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാല പിടിച്ചുപറിക്കുകയായിരുന്നു. മാലയുടെ ഒരു ഭാഗം പൊട്ടി വീണു. ജാനകിയുടെ നിലവിളി കേട്ട് അയൽവാസികൾ എത്തുമ്പോഴേക്കും മോഷ്ടാവ് സ്കൂട്ടറിൽ കയറി രക്ഷപ്പെട്ടു. കൂത്തുപറമ്പ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ മോഷ്ടാവ് ഉപയോഗിച്ച സ്കൂട്ടർ കണ്ടെത്തി.
തുടർന്ന് ഉടമയെ ചോദ്യം ചെയ്തതിൽ രാജേഷിനാണ് വാഹനം നൽകിയത് എന്ന വിവരം ലഭിച്ചു. കൂത്തുപറമ്പ് നഗരസഭയിലെ 4ാം വാർഡ് കൗൺസിലറായ രാജേഷിനെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തൊണ്ടി മുതലായ സ്വർണ്ണമാല കണ്ടെടുത്തു. സംഭവത്തെ തുടർന്ന് CPIM ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമായ രാജേഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. സമീർ സി മുഹമ്മദ്, 24 കണ്ണൂർ. സ്പാനിഷ് ലീഗ് ഫുട്ബോളിൽ 1ാം സ്ഥാനം തിരിച്ചുപിടിക്കാൻ FC ബാഴ്സലോണ ഇന്ന് കളത്തിൽ. പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റി, ആഴ്സണൽ ടീമുകൾക്കും മത്സരമുണ്ട്. തുടർത്തോൽവികളുടെയും കൂട്ടപ്പരുക്കിന്റെയും ക്ഷീണത്തിലാണ് FC ബാഴ്സലോണ. UEFA ചാമ്പ്യൻസ് ലീഗിൽ PSG-ക്കെതിരായ തോൽവിക്ക് പിന്നാലെ ലാ ലീഗയിൽ സെവിയോട് 4-1 കനത്ത പരാജയം ഏറ്റുവാങ്ങി. റാഫീഞ്ഞ, ഗാവി, യോവാൻ ഗാർസിയ, ടെർ സ്റ്റേഗൻ തുടങ്ങിയ പരിക്കേറ്റവരുടെ നീണ്ട ലിസ്റ്റിൽ റോബർട്ട് ലെവൻഡോസ്കിയും ഡാനി ഓൾമോയും ഫെറാൻ ടോറസുമാണ് പുതിയ എൻട്രികൾ. എൽ ക്ലാസിക്കോയ്ക്ക് മുമ്പ് തകർപ്പൻ ജയത്തോടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് ഹാൻസി ഫ്ലിക്കും സംഘവും ജിറോണയ്ക്കെതിരെ ബൂട്ട് കെട്ടുന്നത്. പരുക്കുഭേദമായി ലെമിൻ യമാലും ഫെർമിൻ ലോപ്പസും തിരിച്ചെത്തുന്നത് കറ്റാലൻസിന് ആശ്വാസമാണ്. പ്രീമിയർ ലീഗിൽ 1ാം സ്ഥാനത്തെ ലീഡ് ഉയർത്താൻ ഇറങ്ങുന്ന ആഴ്സണൽ രാത്രി 10-ന് ഫുൾഹാമിനെ നേരിടും. 7:30 നടക്കുന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ എതിരാളികൾ എവർട്ടൺ ആണ്. സ്പോർട്സ് ഡെസ്ക് 24. RSS വേഷത്തിൽ ചോരയിൽ കുളിച്ചു നിൽക്കുന്ന കാർട്ടൂണിലൂടെ വിജയെ വിമർശിച്ച് DMK. കരൂരിലെ ദുരന്തബാധിതരെ സന്ദർശിക്കാത്തതിൽ വിജയെ വിമർശിച്ചുള്ള പോസ്റ്റിനൊപ്പമാണ് DMK IT വിഭാഗം ഔദ്യോഗിക പേജിൽ കാർട്ടൂൺ പങ്കുവച്ചിരിക്കുന്നത്. അതേസമയം ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് വിജയ് പ്രഖ്യാപിച്ച 20 ലക്ഷം രൂപ കൈമാറി. കരൂർ ദുരന്തബാധിതരെ വിജയ് സന്ദർശിക്കുന്നത് വൈകുന്ന സാഹചര്യത്തിലാണ് DMKയുടെ വിമർശനം. RSS വേഷത്തിനൊപ്പം TVK ഷോളും ധരിച്ച വിജയ് പുറംതിരിഞ്ഞു നിൽക്കുന്ന കാർട്ടൂൺ DMK IT വിഭാഗം പങ്കുവച്ചു. ഷർട്ടിലും കൈയിലും ചോരപ്പാടുകളുണ്ട്. കരൂരിലെ ഇരകളെ വിജയ് അപമാനിക്കുന്നതായി വിമർശനക്കുറിപ്പിൽ പറയുന്നു. സ്ക്രിപ്റ്റ് തയ്യാറാകാത്തതുകൊണ്ടാണോ വിജയ് ഇതുവരെ കരൂരിലെത്താത്തതെന്നും പോസ്റ്റിൽ പരിഹാസമുണ്ട്. TVKയ്ക്ക് NDA സഖ്യത്തിലേക്ക് ക്ഷണം കിട്ടിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് വിജയെ RSS വേഷത്തിൽ അവതരിപ്പിക്കുന്ന കാർട്ടൂൺ. ഇതിനിടെ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് TVK പ്രഖ്യാപിച്ച 20 ലക്ഷം രൂപയുടെ ധനസഹായം അക്കൗണ്ടിലൂടെ കൈമാറി. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ പാർട്ടിയുടെ പേരിൽ ദീപാവലി ആഘോഷങ്ങൾ നടത്തരുതെന്നും മരിച്ചവർക്കായി അനുശോചന യോഗങ്ങളും പ്രത്യേക പ്രാർത്ഥനയും നടത്തണമെന്നും TVK ആഹ്വാനം നൽകി. 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.